ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഒരു ശുഭഗ്രഹങ്ങളുടെയും പാപഗ്രഹങ്ങളുടെയും ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഭാവമായ 11-ാം ഭാവത്തിലാണ്. വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ ഒരു മാസക്കാലം തുലാൻ രാശിക്കാർ. അവിടെ 10-ാം ഭാവത്തിൽ വ്യാഴമാണ്. സൂര്യൻ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്, ആയസ്ഥാനത്ത്, വരവ്, എല്ലാതരം വരവിൻ്റെ സ്ഥാനത്ത് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ഏറ്റവും അസുലഭമായ ഒരു മാസമാണ്. 31 ദിനങ്ങളാണ് ഇവിടെ തുലാൻ രാശിക്കാർക്കുള്ളത്. തനിക്ക് എല്ലാവിധ അംഗീകാരങ്ങളും അധികാരം ലഭിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും തൻ്റെ ആത്മപ്രഭാവം, വ്യക്തിത്വത്തെ ഇറക്കി മുന്നോട്ട് തനിക്ക് നയിച്ച് മുന്നോട്ട് വിജയിക്കുവാനുള്ള, വിജയപഥത്തിലേക്ക് കയറുവാനുള്ള ഏറ്റവും നല്ല സമയമാണ് സൂര്യൻ ഇവിടെ പ്രദാനം ചെയ്യുന്നത് തുലാം രാശിക്കാർക്കെന്നറിയുക. വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് 11-ലെ സൂര്യൻ വരുമ്പോൾ സലാഭ എന്നാണ്, ലാഭത്തോടു കൂടിയ വ്യക്തി. അതിനാൽ ധാരാളം ലാഭങ്ങളുണ്ടാകും. നല്ല നന്മകൾ പ്രദാനം ചെയ്യട്ടെ. രവസംഭവേശം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാത്. രാജാവിൻ്റെ മുദ്ര, അംഗീകാരം, ചിഹ്നം തനിക്ക് ലഭിക്കും. പഴയകാലത്ത് പറയും, അക്ഷരം വിപ്രഹസ്തേന
രാജഹസ്തേന കങ്കണം, രാജാവിൻ്റെ കൈകൊണ്ട് തനിക്ക് കങ്കണം, പട്ടും വളയും കിട്ടണമെന്നാണ് പറയുക. അതിനൊക്കെ ധാരാളം സാധ്യതകൾ. 10 വ്യാഴവുമാണ് തൻ്റെ കർമ്മമേഖല. താനുമായി ബന്ധപ്പെടുന്ന എന്ത് പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ അംഗീകാരം ലഭിക്കുക, സർക്കാരിൻ്റെ, കേന്ദ്രത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെയൊക്കെ അവാർഡുകൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുക, ഇതിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സമയം, ഒരു മാസക്കാലമാണെന്ന് അറിയുക. പ്രതാപാനലെ ഛത്രവ സമ്പദന്തി, തൻ്റെ പ്രതാപമാകുന്ന തീയിൽ എന്തു ചെയ്യും? വെറും മഴപ്പാറ്റുകളായി മാറും ശത്രുക്കൾ. ശ്രിയോനേകത, തനിക്ക് പല രീതിയിലുള്ള വരവുണ്ടാകും. ദുഃഖം അങ്കുദ്ഭവാനാം, സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. കാരണം സൂര്യൻ നോക്കുന്നത് 5ാം ഭാവത്തിലേക്കാണ്, സന്താന സ്ഥാനത്തേക്കാണ്. അതിനാൽ സന്താനപരമായ വിഷയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കുമൊക്കെ തന്നെ തങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന ചില അരിഷ്ടതകളൊക്കെ അനുഭവിക്കുക, മാനസികമായി അസ്വസ്ഥത അനുഭവിക്കുന്ന സമയമാണ്. ശാരീരിക വിഷയത്തിൽ വയറ്, ഉദരരോഗം ശ്രദ്ധിക്കണം, ചെവിയെയും ശ്രദ്ധിക്കണം. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല തുലാൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.